അനന്തൻ, ഇന്നത്തെ ദിവസം അല്ലെ ഇത് പ്രതീക്ഷിച്ചിരുന്നു, ഈ ദിവസം ഇത് സംഭവിക്കുമെന്നതടക്കമുള്ള കൃത്യമായ വിവരങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ ഈ യാത്ര ഇത് സത്യം പറഞ്ഞാൽ വലിയ ആത്മവിശ്വാസവും ആത്മാഭിമാനവും നൽകുന്ന ഒരു ദിവസമാണ്. ഈ വാർത്തയുടെ തുടക്കം മുതൽ ഇങ്ങോട്ട് ഇന്ന് വെളിപ്പെടുത്തുന്ന കാര്യങ്ങൾ, ഇന്ന് വെളിവാക്കപ്പെടുന്ന കാര്യങ്ങളടക്കം പത്മകുമാറിന്റെ വീട്ടിൽ വെച്ച് തന്നെ ഗൂഢാലോചന നടന്നിട്ടുണ്ടായിരുന്ന അടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ അദ്ദേഹത്തിന്റെ ശരീരഭാഷയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് പൊന്നു ചെമ്പാണെന്ന് വീണ്ടും പറയാനുള്ള ആത്മധൈര്യം കാണിച്ചത്, കുറേയേറെ കാര്യങ്ങൾ ഓർമ്മ വരുന്നില്ലേ? പിന്നെ തീർച്ചയായിട്ടും, കാരണം നമ്മൾ ഈ ആദ്യം കേൾപ്പിച്ച പ്രതികരണം അന്ന് മാധുവിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ ഞാനാണെന്ന് വന്ന് റിപ്പോർട്ടിങ്ങിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് കേൾക്കുമ്പോൾ കൃത്യമായി ഒരു മഹാ കള്ളത്തരം ഒളിപ്പിക്കുകയായിരുന്നു പത്മകുമാർ എന്നുള്ള കാര്യം വ്യക്തമാണ്. കാരണം ആ ബൈറ്റിൽ തന്നെ, ആ ഫോൺ സംഭാഷണത്തിൽ തന്നെ പത്മകുമാർ പറയുന്നത് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ അത് സ്വർണ്ണമായിരുന്നു എന്ന്, അത് ചെമ്പല്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ മാധു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അത് സ്വർണം പൊതിഞ്ഞിട്ടില്ലേ? അപ്പോൾ പത്മകുമാർ 98-ലെ കാര്യമേ പറയുന്നില്ല. എൻ്റെ കാലത്ത് സ്വർണം പൂശിയതെന്ന് പറഞ്ഞ് അതിന് ഒഴിയാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ പത്മകുമാറിന് അറിയാതെ ഇരിക്കുമോ? 98-ൽ അവിടെ പത്മകുമാറിന് ശബരിമലയെ സംബന്ധിച്ച് വളരെ ബാല്യം തൊട്ടേ അറിയാവുന്ന ഒരു വ്യക്തിയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ പിതാവിനുമൊക്കെ അവിടെ ടെൻഡർ നടപടികളുമൊക്കെ ആയിട്ട് അങ്ങനെയുള്ള ഒരു കുടുംബമാണ്. അപ്പോൾ കൃത്യമായി ശബരിമലയെക്കുറിച്ച് അറിയാവുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ അന്വേഷണത്തിൻ്റെ ഈ ഘട്ടത്തിൽ SIT എത്തി നിൽക്കുന്ന ഒരു നിഗമനം, അത് ഞെട്ടിപ്പിക്കുന്ന ഒരു നിഗമനമാണ്. ഈ സ്വർണ്ണക്കൊള്ളയുടെ മുഖ്യ ആസൂത്രകൻ പത്മകുമാറാണത്രേ. ശബരിമല അടക്കം എനിക്ക് തോന്നുന്നത് പാറശാല മുതൽ ഏതാണ്ട് ആലുവ വരെയുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള മേജർ ക്ഷേത്രങ്ങളും ചെറിയ ക്ഷേത്രങ്ങളും അടക്കമുള്ള ക്ഷേത്രങ്ങളെ സംരക്ഷിക്കാൻ ബാധ്യസ്ഥനായ ഒരു വ്യക്തി ഇന്ന് ജയിലിലേക്ക് പോവുകയാണ് സ്വർണം കട്ട കേസിൽ. അതും ചെറിയൊരു സ്ഥലത്തു നിന്നല്ല. ശബരിമല എന്ന് പറയുന്ന അതിവൈകാരികമായ മലയാളികളുടെയും ലോകത്തെമ്പാടുമുള്ള അയ്യപ്പ ഭക്തരുടെയും പ്രധാനപ്പെട്ട ആരാധനാ കേന്ദ്രം, അത് യുണീക്കാണ്. അങ്ങനെ ഒരു ക്ഷേത്രം അവിടെ മാത്രമേ ഉള്ളൂ. ഇപ്പം ആനന്ദൻ പറഞ്ഞതുപോലെ ശബരിമലയുമായി ദീർഘകാലത്തെ കുടുംബ ബന്ധമടക്കമുള്ളവയുണ്ട്. അദ്ദേഹം തന്നെ അവകാശപ്പെടുന്നത് ഈ ശബരിമലയിലെ ഉറക്കപ്പാട്ട് ഹരിവരാസനം അടക്കം അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നിന്നുണ്ടായത് എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ പിതാവിന് ദീർഘകാലമായ ടെൻഡർ, നേരത്തെ പറഞ്ഞതുപോലെ ടെൻഡർ നടപടികളും ഒക്കെയായി വലിയ ബന്ധമുണ്ട്. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആത്മവിശ്വാസവും ശബരിമലയായിരുന്നു, ഏറ്റവും വലിയ വിശ്വാസവും ശബരിമലയായിരുന്നു എന്നാണ് അദ്ദേഹം ഇത്രയും കാലം പറഞ്ഞത്. ചെമ്പു തെളിഞ്ഞത് ആ വിശ്വാസത്തിന്റെ കൂടിയാണ്. തീർച്ചയായിട്ടും. ഒരു പക്ഷേ പത്മകുമാർ ഇങ്ങനൊരു കള്ളത്തരത്തിന് കൂട്ടു നിൽക്കുമ്പോൾ തനിക്ക് ശബരിമലയെക്കുറിച്ച് എല്ലാം അറിയാവുന്നത് കൊണ്ട് ഇതൊരിക്കലും പുറത്തു വരില്ല എന്നുള്ളൊരു ആത്മവിശ്വാസം അദ്ദേഹത്തിനുണ്ടാകും. ഇപ്പോൾ എപ്പോഴും ഉണ്ടായിരുന്നത് 2019 നടന്ന സംഭവ വികാസങ്ങൾ, അതിനുശേഷം ഇതിൻ്റെ തുടർച്ചകൾ പിന്നുള്ള 2025 വരെ നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊക്കെ ഉണ്ടായിരുന്ന ഒരു സംശയം, ഈ പല കാലത്ത് വരുന്ന വ്യക്തികളെയൊക്കെ ഏകോപിപ്പിക്കാനും അവർക്കെല്ലാം ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം കൊടുക്കാനും ഒക്കെ എന്താണ് ഒരു സൂപ്പർ പവർ അവിടെ ഉള്ളത്? ആ സൂപ്പർ പവർ ദായി നിൽക്കുന്നു എന്നാണ് SIT ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഇനി അതിനു മുകളിൽ സൂപ്പർ പവർ ഉണ്ടോ എന്നുള്ള കാര്യം പത്മകുമാറാണ് പറയേണ്ടത്. ഇതുവരെയുള്ള മൊഴികളിലെല്ലാം ഞാൻ അതല്ലാതെ നമ്മളുടെ മാധ്യമ പ്രവർത്തകരുടെ സോഴ്സുകളുണ്ടല്ലോ, എൻ്റെ സോഴ്സ് വഴി ഞാൻ അന്വേഷിച്ചു. പത്മകുമാറിനപ്പുറം എന്തെങ്കിലും മൊഴിയുണ്ടോ? നിലവിൽ അങ്ങനെ ഒരു മൊഴിയില്ല. മാത്രമല്ല മറ്റ് ചില ആൾക്കാരെ കുറിച്ചുള്ള ആരോപണങ്ങൾ ഉയരുന്നുണ്ട്, പ്രധാനപ്പെട്ട വ്യക്തികളെ കുറിച്ച്. അങ്ങനെ എന്തെങ്കിലും മൊഴികൾ വന്നിട്ടുണ്ടോ? ഇല്ല. നിലവിൽ എല്ലാ മൊഴികളും പത്മകുമാറിലേക്കാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്, ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്കാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. പത്മകുമാറിന്റെ അറസ്റ്റ് വളരെയധികം പ്രതീക്ഷിച്ചിരുന്ന ഒന്നാണ്. എന്ത് ചെയ്യുന്നു പത്മകുമാർ എന്ന് നിരീക്ഷിക്കുകയായിരുന്നു? തീർച്ചയായിട്ടും. കാരണം പത്മകുമാറിലേക്ക് അന്വേഷണം വരും, വാസുവിലേക്ക് അന്വേഷണം വരും എന്നുള്ള കൃത്യമായ വിവരം എനിക്കുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും ഉണ്ടായിരുന്നു. ആ അന്വേഷണം വരുമെന്ന് വാർത്ത കൊടുക്കുന്ന ഘട്ടത്തിലൊക്കെ എനിക്കറിയാം, പത്തനംതിട്ടയിൽ നിന്ന് അഭിലാൽ എന്നെ വിളിച്ചിട്ട് പറയും, പപ്പേട്ടൻ കയർക്കുകയാണ് നമ്മളോട്, നമ്മളതിനെ കാണേണ്ടതല്ല, മാതൃഭൂമി ടാർഗറ്റ് ചെയ്യുന്നു എന്ന് അദ്ദേഹം പറയുന്നു എന്നൊക്കെ അഭിലാലിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴും ഞാൻ വാർത്തയിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. എൻ്റെ വിവരങ്ങൾ ശരിയായിരുന്നു. വാസുവിനെ അറസ്റ്റ് ഉണ്ടാകും എന്നുള്ള കാര്യവും നമ്മളാണ് ആദ്യം റിപ്പോർട്ട് ചെയ്തത്. മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്യുമെന്നുള്ള വാർത്തയും ഞാനാണ് റിപ്പോർട്ട് ചെയ്യുന്നത്, ആദ്യം ബ്രേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ അറസ്റ്റ് എന്തുകൊണ്ട് വൈകുന്നു എന്നുള്ള ചോദ്യം ചില ഘട്ടത്തിൽ നമ്മൾ സോഴ്സിനോട് ബന്ധപ്പെടുമ്പോൾ അവർ പറഞ്ഞിരുന്നത്, അങ്ങനെ നിൽക്കട്ടെ, ഞങ്ങൾക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ ഉണ്ട് എടുക്കാൻ, അതിനുശേഷം അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ അദ്ദേഹം ചെയ്യട്ടെ എന്നുള്ളതായിരുന്നു. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസവും നമുക്ക് കിട്ടിയ വിവരം, വെള്ളിയാഴ്ചക്കപ്പുറം പത്മകുമാറിന്റെ അറസ്റ്റ് പോകില്ല എന്നുള്ളതാണ്. ഒരു പക്ഷേ എനിക്ക് ഇന്നലെ വൈകുന്നേരം ഉണ്ടായിരുന്ന വിവരം അനുസരിച്ച് ഇന്ന് ഒരു പക്ഷേ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്യാനുള്ള ഒരു തീരുമാനം ഒരു പക്ഷേ അത് ഒഴിവാക്കാൻ. നമ്മളിന്ന് രാവിലെ 7 മണിക്ക് പത്മകുമാർ പ്രധാന കേന്ദ്രമാകുന്നു, അന്വേഷണത്തിന്റെ പ്രധാന ശ്രദ്ധാകേന്ദ്രമാകുന്നു, പത്മകുമാറിന്റെ അറസ്റ്റ് ഉടൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെയാണ് റിപ്പോർട്ട് ചെയ്തത്. ആ റിപ്പോർട്ട് ചെയ്ത് ഏതാണ്ട് ഒരു 20-25 അല്ലെങ്കിൽ അത്രയും സമയം, ഏതാണ്ട് മിനിറ്റുകൾ കഴിഞ്ഞപ്പോഴേക്കും അഭിലാൽ എന്നെ പത്തനംതിട്ടയിൽ നിന്ന് വിളിക്കുന്നു, പത്മകുമാർ ഇവിടെ നിന്ന് പുറപ്പെട്ടു, അവിടെ നിന്നുണ്ടാകരുത് എന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചിട്ടുണ്ടായിരിക്കണം. ശരി.